ഹലോ, അപ്പോൾ നമ്മൾ ഇന്നിങ്ങനെ നടക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ. നമ്മളിവിടെ പഴയ ലക്കിടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ, തറവാടിൻ്റെ അവിടെ സെൻറ്റർ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് വശത്തേക്ക് കുറേ സ്ഥലങ്ങളുണ്ട്, നമുക്കറിയാത്ത സ്ഥലങ്ങൾ കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഒന്ന് നടന്നു വരാമെന്ന് പറഞ്ഞിട്ട് പെരുവെയിലത്ത് നട്ടപ്രാന്തായിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ കുറേ ഞങ്ങൾ നെൽപ്പാടത്തിൻ്റെ അതിനൊക്കെ അങ്ങോട്ട് പോയി കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ഇതെന്ത് അമ്പലമാണ്, കൃഷ്ണൻ്റെ അമ്പലവും. അങ്ങനെ ഒരു കൃഷ്ണൻ്റെ അമ്പലം കണ്ടു. ഇവിടെ പരിപാടി ഉണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മുടെ വീട്ടിലിരുന്ന പാട്ട് സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ കേൾക്കാം. പക്ഷേ ഇത് ഞാൻ ഇന്നത്തെ വരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കൃഷ്ണൻ്റെ അമ്പലം. കൃഷ്ണനെ കാണാനൊന്നുമില്ല, അവിടെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ വലിയൊരു ഗേറ്റ് അപ്പുറത്ത്, ഇവിടെ വേറൊരു ഗേറ്റ്, അങ്ങനെ 2-3 ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റിൽ നമ്പിടിയംകുന്നത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരാളുടെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ അറിയുമെന്ന് ചോദിക്കുകയാണ് നമ്പിടിയംകുന്ന്. നമ്മളിങ്ങനെ കുടുംബശ്രീയിൽ അവിടെ ഇവിടെയൊക്കെ നമ്മുടെ കൂടെയുള്ളവരുടെ പേരൊക്കെ ഇനി പഞ്ചായത്തിൽ പോയാലും എവിടെയെങ്കിലും ഒരു കാര്യത്തിന് പോയാൽ കാണാം. അപ്പോൾ നമ്പിടിയംകുന്നത്ത് പേര് കാണാം. അങ്ങനെ അറിയുന്നില്ല, അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നടക്കാൻ ഇറങ്ങി പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് എത്താനാകുമ്പോൾ ഒരു കട കേട്ടോ. അവിടുന്ന് ഐസൊക്കെ വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ടാണ് പൈസ കൈ പിടിച്ച് പോയത്. പക്ഷേ അതല്ല, ഇതെങ്ങനെ ഇത് കണ്ടപ്പോൾ പിന്നെ എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചു. ഇതൊരു ഓട്ടോറിക്ഷന്നാണ്. അപ്പോൾ നമ്മൾ വാങ്ങിയത് 1.5 കിലോ സോപ്പും പൊടി, 6 പാത്രം കഴുകുന്ന സോപ്പുമാണ് കേട്ടോ, 100 രൂപ. അപ്പോൾ അത് രണ്ടും വാങ്ങിച്ചു. കവറുണ്ടെങ്കിലേ കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് കവറൊക്കെ വാങ്ങിച്ചു. പിന്നെ പെനോയിൽ കുളിക്കുന്ന സോപ്പ്, പിന്നെ ലെഗിൻസ്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്കുള്ള ട്രൗസർ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. എന്തായാലും അയാളുടെ ഒരു കച്ചവടമല്ലേ. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നടന്നു. ഇതൊക്കെ ഭയങ്കര കാട് പോലെ ഉണ്ട്, പക്ഷെ കാടൊന്നുമല്ല, വീടുകൾ തന്നെയാണ്. പിന്നെ ഈ ഒരു തൊടിയും അതിലൊരു വീടും, അതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? ഒരു ഓടിട്ട പെര കാണുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് അത് മുഴുവനായിട്ട് എടുക്കാം. ഇതൊക്കെ പണ്ടത്തെ എന്താ ഇത് ഈ കല്ല്, പണ്ടത്തെ എന്തൊക്കെയോ ആണ്. ഇതാണ് സംഭവം. നായി വന്ന് കുരച്ച് ആർക്കെങ്കിലും എന്തേലും അറിയണ്ടോ ഇത് എന്താണ് സംഭവം, ഇത് എവിടെയാണ് സംഭവം എന്നൊക്കെ? നായി വന്ന് കുറച്ച് ചാടിയാ എനിക്കറിയില്ല, എന്നെ കടിച്ചുകൊണ്ട് പോകും തോന്നുന്നുണ്ട്. നായി ഉണ്ട് കേട്ടോ, നായി. ഇതാണ് മക്കളെ ലോഹിതദാസിൻ്റെ വീട്. ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്. ഞാൻ ഇവിടുന്ന് പോവുക, സ്ഥലം കാലിയാക്കുക. അപ്പോൾ ഈ കാറ് കുറേ കാലമായി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ടോ. ഉപയോഗിക്കുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. കണ്ടില്ലേ, ഇനി ലോഹിതദാസിൻ്റെ കാറാണോ? അവരെ വീട്ടു മുറ്റത്താണ് കേട്ടോ. അവരുടെ പടിപ്പുര പോയപ്പോൾ തന്നെ പട്ടികുരക്കുണ്ട്. പടിപ്പുര പോയപ്പോൾ തന്നെ പട്ടികുര. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. കണ്ടില്ലേ, സംഭവം വലിയ വീടൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ലോഹിതദാസിൻ്റെ അടുക്ക് വരാനുള്ള വഴി. ഞാനിങ്ങനെ ഈ ടി വിയിൽ ഓരോ യൂട്യൂബർമാർ ഇട്ടതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇതാണ് കേട്ടോ ഞങ്ങൾ വന്ന വഴി. ഇത് തന്നെയാണ്, ഇത് റോഡാണ് കേട്ടോ. ആ റോഡിൽ കൂടെ വന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിയാലാണ് പാടത്തിൻ്റെ പുറത്താണ് ലോഹിതദാസിൻ്റെ വീട്. എന്താ കാട്ടിൽ കൂടെ പോയൊരു വയനാട് പോയൊരു പ്രതീതി ഉണ്ട്. ഇൻ്റർവ്യൂവിൽ കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല, കാര്യമായിട്ട് നല്ല പോലെ വർത്തമാനം പറയുന്നുണ്ട്. എന്താ എൻ്റെ മക്കൾ വരുന്നില്ലോ അല്ലേ?
അങ്ങനെയാണ്. നല്ല ഡാൻസ് കളിക്കണോ? ഞാൻ അന്ന് അമ്പലത്തെ ഒരു വീഡിയോ കണ്ടത് ടീച്ചർ കളിക്കണേ. ഇതെന്ത് സംഭവം? ഇത് അമ്പലം? ഇത് ശിവൻ്റെ അമ്പലം. ശിവൻ്റെ അമ്പലം, ശിവക്ഷേത്രം. ആ അതാണ് നമ്മുടെ അതില്ലേ അയ്യപ്പൻ വളക്കുന്ന അമ്പലം. അപ്പോൾ ഇതിനങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ വെറുതെ ഒന്ന് ചുമ്മാ അങ്ങനെ കറങ്ങി കണ്ടു. ചുമ്മിയിട്ട് വന്നു. ഇങ്ങനെ നടന്ന് വരുന്നുള്ള ഗേറ്റും കണ്ട്. വീട്ടിലൊന്നും ആളില്ലേ? നീ പറഞ്ഞ ആ ഇതാണ് മിസിറിൻ്റെ വീടോ? ആ റോഡാണിത്. അപ്പോൾ ഇത് നമ്മളെ എന്താണ് ലക്കിടി സെൻറ്ററിൽ നിന്ന് വരുമ്പോൾ ഒരു അകലൂർ റോഡ് ഉണ്ട് കേട്ടോ. ആ റോഡിന് പോയാൽ എത്തുന്ന റോഡുകളാണ് ഇതൊക്കെ. പക്ഷേ നമുക്കത് അറിയില്ലായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് അങ്ങോട്ട് അതിനെ പോയതാട്ടോ. പക്ഷെ എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിറയെ റോഡുകളാണ്. നല്ല റോഡുകളാണ് എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ. സംഭവം ലോഹിതദാസിൻ്റെ വീടൊക്കെ അവിടെ ആ ഭാഗത്താണെന്ന് പറഞ്ഞിട്ടാണെന്ന് അറിയില്ല. എല്ലാ വഴിക്കും റോഡ് ഇതെങ്ങനെ അങ്ങോട്ട് വന്ന് ഒന്നിങ്ങോട്ട് കയറി നോക്കിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ്. അങ്ങനെ ഒരുപാട് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അങ്ങോട്ട് വരാനുള്ള റോഡാണ് കേട്ടോ. റോഡാണ്, ഇങ്ങോട്ട് റോഡാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ റോഡിനാണ്. അവിടുത്തെ ആ ഭാഗത്ത് എല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ്. നമ്മൾ സർക്കസൊക്കെ കാണാൻ പോയില്ലേ, ആ സ്ഥലമാണ് കേട്ടോ. നമ്മൾ കുറേ ദിവസം സർക്കസ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലമാണിത്. നല്ല അടിപൊളി പൂ കണ്ടപ്പോൾ അതൊന്ന് നോക്കിയതാട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ വീട്ടിൻ്റെ വീടിൻ്റെ അടുത്തായിട്ടോ നമ്മൾ സർക്കസൊക്കെ കാണാൻ ആ ഒരു ഭാഗത്തെത്തി. അവിടെ ഒരു കോഴിക്കട ഉണ്ട്, ഇറച്ചി കോഴിക്കട ഉണ്ട്. അപ്പോൾ അവിടെ ഉണക്കമീനുണ്ട്. അപ്പോൾ നമ്മൾ കൂടെ വന്ന ആൾ കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് നടക്കാനുണ്ട്. അവരുടെ സ്റ്റേജിൻ്റെ ഒന്നും സംസാരിക്കാനൊന്നും പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ എത്തി. എവിടെ? ഇതാണ് സർക്കസ് സ്റ്റേജ് കെട്ടിയ സ്ഥലം. ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മാസത്തോളം സ്കൂട്ടി നിർത്തിക്കുന്നുണ്ടോ. ഇവിടെ ആയിരുന്നു സർക്കസ് ഉണ്ടായിരുന്നത്. ഒരു മാസം ഞങ്ങൾ കാണാൻ വന്നില്ല. ഞാനൊരു 8-10 ദിവസം കാണാൻ വന്നിട്ടുണ്ടാവും. അതങ്ങനെ നീ ഇവിടെ സ്കൂളിൽ ചെടി കിട്ടില്ലേ? അപ്പം ഞാൻ ആ സ്കൂളിൽ ഇതായിരുന്നില്ലേ വീട്ടിൽ. അപ്പോൾ സാറ് വന്നപ്പോൾ സ്മിത വയ്ക്കുക പറഞ്ഞിട്ട് ഞാൻ വെച്ചമാരുള്ളൂ. ആ വീട്ടുകളിൽ വന്നിട്ടോ 2-3 വീട്ടിൽ ഞാൻ വെച്ചു. അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് സംസാരിച്ചിട്ട് പോവുക കേട്ടോ. എന്താ സംസാരിക്കണമെന്ന് ചോദിച്ചാൽ എന്താ ഇവിടെ ഒരു വീട്ടിൽ ഒരു ചെറിയൊരു മാങ്ങമരം നിറയെ പൂത്തിക്കണു. നിറയെ ചെറിയ ചെറിയ മാങ്ങകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കൂടെ വന്ന് നമ്മുടെ ഫ്രണ്ട് വെച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചതാണ് എങ്ങനെ അത് ഈ വീട്ടിൽ വന്നിട്ട് നീ വെച്ചെന്ന് ചോദിച്ചപ്പോൾ ഇത് സ്കൂളിൽ PTA ഉണ്ടാകുമ്പോൾ സ്കൂളിൽ നിന്ന് സാറുമാർ വന്നിട്ട് 2-3-4 വീട്ടുകളിലൊക്കെ വെച്ചതിൽ അങ്ങനെ ഞാനൊന്ന് വെച്ചതാണെന്ന്. ഒന്നല്ല 2-3 വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, നേരത്തെ കണ്ട റോഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള റോഡ്. കണ്ടോ? റോഡ് മാത്രമൊന്നുമല്ല, നല്ല നല്ല അടിപൊളി വീടുകൾ കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ സൂറത്തത്താൻ്റെ വീടാണ്. അങ്ങനെ ഒരുപാട് വീടുകൾ അടുത്തടുത്തായിട്ട് നിറയെ വീടുകളുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പോയത് ലോഹിതദാസിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങനെ അത്ര വീടുകളില്ല. അതിലും കൂടുതൽ വീടുകളാണ് നമ്മുടെ ഈ ഭാഗത്തേക്ക് കേട്ടോ. അതാണ് അവിടെ അങ്ങനെ ഒഴിഞ്ഞ പറമ്പ് കാട് പോലെ കിടക്കണം.
അപ്പോൾ നമ്മളങ്ങനെ ആദ്യമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മുടെ വീട്ടിലെത്താനായിട്ടോ. അതാണ്ടില്ലേ വീട്, ആ വീടാണ് നമ്മുടെ വീട്. കണ്ടില്ലേ, നമ്മളവിടെ കൊഴിഞ്ഞ പറമ്പാണ്. ഏത് തന്നെ പോയാലും നല്ല സ്ഥലങ്ങളും നല്ല വഴികളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഓക്കെ ബൈ.